പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു വിവിധ സ്ഥലങ്ങളിലെ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം. ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. സൗമ്യതയും അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവത്തിന് വിലയേറിയതാകുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ സകല ജനത്തോട്, സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരോടും പറയുന്നൊരു ദൂതാണ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ് ഒരു വശത്ത് പുറമേയുള്ള അലങ്കാരങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് മറുവശത്ത് അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ അഥവാ സൗമ്യതയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ പുറമേയുള്ള അലങ്കാരവും അകമേയുള്ള അലങ്കാരവും പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധി വിലയേറിയതാകുന്നു എന്ന് ഈ മനുഷ്യൻ പറയുമ്പോൾ ഇതിനെ എത്ര മാത്രം ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വചനം ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതിനകത്തൊരിക്കലും മാറ്റമില്ല. വള്ളി പുള്ളിക്ക് മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അഥവാ മാറ്റുന്നവനുണ്ടെങ്കിൽ അവരെ കള്ളനെന്നാണ് വേദപുസ്തകം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് എന്നും അതിന്റെ പ്രാധാന്യതയുണ്ട്. വചനം ഒരിക്കലും നശിച്ചേക്കുന്നതല്ല. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകായാലും എന്റെ വചനങ്ങൾക്കൊരു മാറ്റമില്ല എന്ന് വേദപുസ്തകം പറയുന്ന സത്യമാണ്. നമ്മൾ വചനത്തിന് വേണം ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുവാൻ. മനുഷ്യൻ പുറമേ ഒരുപാട് അലങ്കരിച്ച് അഴകോടുകൂടി നടന്നാലും ഹൃദയത്തിന്റെ അക്ഷയഭൂഷണമായിരിക്കുന്ന ഗൂഢമനുഷ്യൻ, ആ സൗമ്യതയുടെ ആത്മാവ് നമ്മൾ വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഭാര്യമാർക്കുള്ള നിർദ്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാര്യമാർക്കുള്ള നിർദ്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ഭർത്താക്കന്മാർക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾ തിമോഥെയോസിനും പത്രോസിനും കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്താണ് ഭാര്യമാർക്കുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്? അപ്പം ഭാര്യമാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഭർത്താക്കന്മാർക്കുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ്. സഹോദരന്മാർക്കുള്ളതിനേക്കാൾ വളരെ കർക്കശമായ നിലയിലാണ് സഹോദരിമാർക്ക് അഥവാ ഭാര്യമാർക്ക് കർത്താവ് നിർദ്ദേശം നൽകുന്നത്. അപ്പം പുരാതന കാലങ്ങളിൽ ഒരു ഭാര്യയുടെ നില ഒരു അടിമയുടേതിൽ നിന്നും വളരെ ഭിന്നമല്ലാഞ്ഞതിനാൽ അവൾ എല്ലാ ആവശ്യങ്ങൾക്കും ഭർത്താവിനെ ആശ്രയിക്കണമായിരുന്നു. പുരാതന കാലങ്ങളിൽ ഒരു ഭാര്യ എന്നും അടിമയായിരുന്നു. അതുകൊണ്ട് അവളുടെ എന്ത് ആവശ്യങ്ങൾക്കും അവൾ ഭർത്താവിനോട് ചോദിച്ച് അഭിപ്രായം പറഞ്ഞ ഭർത്താവിൽ കൂടെ മാത്രമേ അവൾക്കന്ന് ചെയ്യാൻ കഴിയുള്ളൂ. സ്വാതന്ത്ര്യമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രസ്താവിക്കുന്നത് പോലെ ഭർത്താവ് ഒരു വിശ്വാസി അല്ലാതെ വരുമ്പോൾ, അന്ന് ഭാര്യ അടിമയായി ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഒരു ഭവനത്തിൽ ഭർത്താവ് ഒരു വിശ്വാസി ഹല്ലേലൂയ ഭർത്താവ് വിശ്വാസി അല്ലാതായിരിക്കുമ്പോൾ ഭാര്യയുടെ നില വളരെ പരിതാപകരമായിരിക്കും. അറിയാം, ഒരു വീട്ടില് ഹല്ലേലൂയ ഭാര്യ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഭർത്താവ് വിശ്വാസത്തിൽ വന്നില്ലെങ്കിൽ ആ വീട്ടിലെ ഭാര്യയുടെ നില ഒരു അടിമയെ പോലെ, പുരാതന കാലങ്ങൾ എന്ന പോലെ തന്നെ ആ ഭാര്യയുടെ നില വളരെ അടിമത്തത്തിലാണ്. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിൽ ഭാര്യയുടെ കീഴടങ്ങിയുള്ള ആ ജീവിതം, ആ ഭവനത്തിൽ തന്നെ രക്ഷിക്കപ്പെടാത്ത അഥവാ അന്യമത ചിന്തയിലുള്ള ഹല്ലേലൂയ ആ ഭർത്താവിനെ വിശ്വാസത്തിലേക്ക് ആനയിക്കുന്നതിന് സഹായമായി തീരും. അപ്പം ഭാര്യയുടെ വളരെ താഴ്മയുള്ള എളിമയുള്ള ആ ജീവിതം ഭർത്താവിനുള്ള അടിമയാണെങ്കിൽ പോലും അവൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി പുറമെയുള്ള അലങ്കാരത്തെക്കാൾ ഉപരിയായി സൗമ്യതയും അക്ഷയപുഷ്പമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ അവളിൽ വെളിപ്പെടുത്തി
അവൾ ഭർത്താവിന്റെ അടിമയായി ഭവനത്തിൽ ജീവിക്കുമ്പോൾ അവളുടെ അനുസരണ മനോഭാവം കണ്ട്, അവളുടെ ജീവിതശൈലി കണ്ട്, അവളുടെ ഭർത്താവ് യേശുവിനെ അറിയാത്ത ആ ഭർത്താവ് കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവളോടൊപ്പം ആരാധനയുടെ ഭാഗമായി നിത്യജീവന്റെ അവകാശമായി തീരും എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അല്ലേ സ്തോത്രം. ഇവിടെ അല്ലേ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ഇവിടെ സ്തോത്രം, മോണിക്ക തന്റെ അല്ലേ ഭിന്ന മതസ്ഥനായ ഭർത്താവ് അല്ലേ ആമേ സ്തോത്രം പൊട്ടിച്ചില്ല എന്ന രീതിയാണ് നേടിയത് എന്ന അഗസ്തീനോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ആഡംബരപൂർവമായ അല്ലെ ആഡംബര ജീവിതത്തെക്കുറിച്ച് തെർത്തുല്യൻ അല്ലേ സ്തോത്രം സ്പ്രിയൻ മുതലായ സഭാപിതാക്കന്മാർ ശക്തിയായി അപലപിച്ചിട്ടുമുണ്ട്. അപ്പൊ സ്ത്രീകൾ ആഡംബരമായ ജീവിതത്തെക്കുറിച്ചും ആഡംബരമായ നടപ്പിനെക്കുറിച്ചും ഒരുങ്ങലിനെ കുറിച്ചും ഒക്കെ തെർത്തുല്യൻ അല്ലെങ്കിൽ സ്പ്രിയൻ എന്ന് പറയുന്ന സഭാപിതാക്കന്മാർ ശക്തമായി അപലപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചരിത്രങ്ങൾ വായിച്ച് പഠിച്ചിട്ട് വേണം, ചരിത്രങ്ങളിലൂടെ കയറിയിറങ്ങി വേണം നമ്മുടെ ആത്മജീവിതത്തെ കൊണ്ടുപോകാൻ. ഈ കാലഘട്ടത്തിൽ സൗകര്യമാർ ആർഭാടത്തോടെ വളരെ ആഡംബരത്തോടെ ഒരുങ്ങി അലങ്കരിച്ച് വലിയ മനുഷ്യർക്ക് മനുഷ്യർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിൽ നിങ്ങളുടെ വസ്ത്രധാരണം, ജീവിത രീതികളെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ അതിനെ സൂക്ഷിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ അപലപിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്നവർ നമ്മൾ വളരെ സൂക്ഷിക്കണം. അല്ലേ? ഇവിടെ നമുക്കറിയാം, ഈ വിലയേറിയ ആഭരണങ്ങളല്ല സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടതെന്നും സൗമ്യതി ശാന്തതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ആമയിലെ ഭൂഷണത്താലാണ് ഒരാൾ അലങ്കൃതമായി മാറേണ്ടത്. അല്ലേ? അതാണ് പത്രോസ് ലേഖനം 3 അധ്യായം അല്ലേലിയ അതിന്റെ 3 വാക്യം പറയുന്നത്. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിശേഷ വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ അല്ലയോ, മനുഷ്യൻ വില കൂട്ടിയ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് കാതിലും കഴുത്തിലും ചെവിയിലും ഇന്നത്തെ കാതൊക്കെ മുഴുവൻ കുത്തിത്തുളച്ച് വെച്ചിരിക്കും. മൂക്കും കുത്തിത്തുളച്ച് കയ്യിലും കാലിന്റെ വിരലിലും എല്ലാം അവിടെ ഇവിടെ എല്ലാം ഓരോ വളയങ്ങൾ കയറ്റിയിട്ട്, പിന്നെ ഇപ്പം കാലൊരു പുതിയ പാട്ടുണ്ട്, ചരട് കിട്ടുന്ന രീതികൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വെറും മോശമായി നടക്കുന്ന പെണ്ണുങ്ങളാണ് ഈ ചരട് കിട്ടുന്നവരെ കാണുമ്പോൾ തന്നെ അറിയാം അവർ മോശപ്പെട്ട ജീവിതം നയിക്കുന്നതാണെന്ന്. അതിപ്പോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് വന്ന് നമ്മുടെ കേരളത്തിൽ സുലഭമായി ചരട് കെട്ടി നടക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇതിനെ വില കുറച്ചേ കാണത്തുള്ളൂ, അങ്ങനെ നമ്മൾ വില കൂടിയ ആഭരണങ്ങൾ ധരിച്ചും വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ വസ്ത്രമൊന്നും ഇല്ലല്ലോ. സൗകര്യമാർക്ക് വസ്ത്രമൊക്കെ കുറവാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ വസ്ത്രങ്ങളുടെ നീളം കുറച്ചു, വലിപ്പം കുറച്ചു, നീളം കുറച്ചു, അളവ് കുറച്ച് ഇപ്പം ഞാൻ ഇന്നാളി പറഞ്ഞിരുന്നു, അളവ് കുറച്ച് ഈ തുണി മേടിക്കുവാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് അവര് അളവ് അല്ലെങ്കിൽ ഈ തയ്യക്കടക്കാരൻ്റെ നന്നായിട്ട് തയ്ച്ചിട്ട് അതിന് അളവ് കുറയിച്ച് തുണി മേടിച്ചിട്ട് കൊണ്ടുവന്ന് കടയിൽ കൊടുക്കും. പിന്നെ തയ്യക്കടക്കാൻ എങ്ങനെ തുന്നി ചേർത്ത് കൊടുക്കും. അത് ഇട്ടുകൊണ്ടുള്ള വരവൊക്കെ കാണണം. അല്ലേ? ഒരു ദൈവ പൈതൽ ദൈവവചനത്തിനും ദൈവഹിതത്തിനും ദൈവികമായ പ്രവർത്തിക്കും യോഗ്യമായ വസ്ത്രം ധരിച്ച്, അല്ലേ, മറ്റുള്ളവരെ ഇങ്ങോട്ട് പറയിപ്പിക്കാതെ, മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് പോകാതെ അല്ലേ നിങ്ങൾ ജീവിക്കാം. പണ്ടുള്ള കാലങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് ദൈവമക്കൾ കടന്നു വരുമ്പോൾ അവർ വളരെ ഭയഭക്തിയോടുകൂടി അവരുടെ ശരീരത്തെ നഗ്നതയൊക്കെ മറച്ച് പ്രാർത്ഥിക്കുന്ന സമയം തലയിൽ മുടി ഷാളൊക്കെ ഇട്ട് വളരെ ഭയഭക്തിയോടെ. ഇന്നത്തെ കാലത്ത് ഷാളൊന്നുമില്ല. ഇപ്പം പണ്ടത്തെ കാലത്തെ വസ്ത്രത്തിലേക്ക് ചുരിദാറൊക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് ചുരിദാറിൻ്റെ ഷാളൊക്കെ മാറത്തിട്ട് ഒക്കെ വളരെ മാന്യമായിട്ട് വന്നു. ഇപ്പം പിശാച് ഷാളൊക്കെ എടുത്തങ്ങ് മാറ്റി ഇപ്പോൾ ഒന്നുമില്ല. അല്ലേ? അങ്ങനെ പുറമേയുള്ള അലങ്കാരത്തെക്കുറിച്ചല്ല പത്രോസോട് പറയുന്നത്. പത്രോസ് പറയുന്നത് സൗമ്യതയും അക്ഷയപുഷ്ടമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അല്ലേ? അതാണ് ദൈവത്തിന് വിലയേറിയത്, അല്ല നിങ്ങൾ ചെയ്യുന്നതല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമയിൽ ഓരോ വേഷഭൂഷാദികൾ അണിഞ്ഞ് ഓരോരുത്തരും വേഷം കെട്ടിക്കഴിയുമ്പോൾ പിറ്റേ ദിവസം അത് തന്നെ സൗകര്യമാണ്. അപ്പം പുരുഷന്മാർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറക്കമുള്ള പാൻറ്റൊക്കെ മാറ്റി അല്ലേ
മുണ്ടും ഷർട്ടും ഒക്കെ മാറ്റി കൈലിയൊക്കെ മാറ്റിയിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നു? ചെറിയ ട്രൗസർ ഇട്ട് അവരും പുറത്തിറങ്ങി വന്നു. പെണ്ണുക്കാകാൻ ഞങ്ങൾക്ക് പിന്നെന്തുണ്ടാകാം? ഇഷ്ടമൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ലേരിയ. പക്ഷെ ദൈവസനി ഇതൊന്നും മാന്യതയല്ല, വിലയേറിയതുമല്ല. പ്രൈസ്. മാന്യമായ വസ്ത്രം ധരിക്കണം. മാന്യമായി വസ്ത്രം ധരിച്ച് മാന്യമായി തന്നെ നമ്മൾ ജീവിക്കണമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. അല്ലേരിയ. അപ്പൊ ഇവിടെ നമുക്ക് കാണുന്ന അപ്പോസ്തലൻ പറയുന്നത്, അല്ലേരിയ, അപ്പോസ്തലൻ പറയും, മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ശല്യങ്ങൾ ശാന്തതയോടെ സഹിക്കുകയാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് വെളിപ്പെടുന്ന, മറ്റുള്ളവർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അതൊരു ശല്യം തന്നെ വസ്തുതയാണ്. അത് നിങ്ങളിത് ശാന്തതയോടെ ക്ഷമിച്ച് നിങ്ങൾ ആരാണെന്നൊരു തിരിച്ചറിവുണ്ടാകണം. നിങ്ങൾ ആരാണ്? നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ വീണ്ടെടുപ്പിന്റെ അനുഭവമുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിനകത്ത് ബൈബിൾ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ലോകത്തിന്റെ ആഡംബര കൂത്തുകാഴ്ചയിലല്ല നമ്മൾ ആലങ്കൃതമായി മാറേണ്ടത്. വചനം നമ്മുടെ ഉള്ളിൽ ധരിക്കണം. വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം. അല്ലേരിയ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ സാവധാനം എന്ന് പറയുന്നത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ എന്ന് പറയുന്നതിന് ആശയം അല്ലേ? സാവധാനം യാതൊരു ഭീഷണി പേടിക്കുന്ന ആശയമാണ്. അല്ലേരിയ. ഇപ്പം വീണ്ടും ദൈവം വായിക്കുന്ന, നന്മ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരും ഭയപ്പെടേണ്ടി വരികയില്ല. നന്മ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരും ഭയപ്പെടേണ്ടി വരും. നന്മ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അല്ലേരിയ. സ്തോത്രം. ഇവിടെ അല്ലേരിയ, അവിശ്വാസിയായ ഭർത്താവിനെ പോലും ഈ വിശ്വാസത്തിലേക്ക് നേടുവാൻ ആ വീട്ടിലെ ഭാര്യയ്ക്ക് കഴിയും. ഒരു വിശ്വാസിയായ ഭാര്യയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ ഉറപ്പോടുകൂടി നിൽക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാൻ, അപ്പോസ്തലനായ പത്രോസ് പുതിയ നിയമത്തിലെ ഭക്തിയുള്ള സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അല്ലേരിയ. ഭക്തിയുള്ള സ്ത്രീകളെ കുറിച്ച് സംസാരിക്കും. 1 പത്രോസിന്റെ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെയുള്ളൂ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ച വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. പത്രോസ് പഴയ നിയമത്തിലെ വിശുദ്ധയായ സ്ത്രീകളെ എടുത്തു കാണിച്ചു. ഇങ്ങനെയല്ലോ പണ്ട്, അല്ലേരിയ, ഇങ്ങനെയല്ലോ സ്തോത്രം, അല്ലേരിയ, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ച വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച ഭർത്താക്കന്മാർക്ക് കിടങ്ങിയത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതിനാൽ അല്ലേരിയ, നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. അപ്പൊ സാറ എന്താ വിളിച്ചുകൊണ്ടിരുന്ന? അബ്രഹാമിനെ യജമാനൻ എന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ഭർത്താക്കന്മാരെ ആരും യജമാനെന്ന് വിളിക്കത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭർത്താക്കന്മാരെ വിളിക്കുന്നത് അല്ലേരിയ, നീയെന്നും നീയെന്നും പോടാന്നും അല്ലേരിയ പട്ടിയെന്നും ഒക്കെ വിളിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഒന്ന് ഭർത്താവിനെ പട്ടിയെന്ന് വിളിക്കുന്നവർ കേട്ടിട്ടുണ്ടോ? ഉണ്ട്, ഒത്തിരി പേരുണ്ട്. പിന്നെ അങ്ങോട്ട് നിങ്ങള് എന്തൊക്കെ ഭാഷകളാണെന്ന് അറിയത്തില്ല. അല്ലേരിയ. പിന്നെ ചിലർ പേരങ്ങ് വിളിക്കും. പിന്നെ ചില ആദരവോട് ചേട്ടാന്നൊക്കെ വിളിക്കും. ചില അച്ചായെന്നും അല്ലെ വീട്ടിലെ മക്കൾ വിളിക്കുന്ന ഡാഡിയെന്നും പപ്പയെന്നൊക്കെ വിളിക്കുന്നു. ഒരു മനോഹരമാണ്. പിന്നെ ഈ എടാ വാടാ പോടാ എന്നുള്ള ഭർത്താവിനെയുള്ള വിളി എന്ന് പറഞ്ഞാൽ അത് വെറും മോശമായി പെണ്ണുങ്ങളെ വിളിക്കുന്നതാണ്. സമൂഹത്തിൽ വെറും വിലയില്ലാത്ത പെണ്ണുങ്ങൾ, സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത, സമൂഹത്തിൽ വെറും ഹീനമായി ജീവിക്കുന്ന ആളുകളാണ് ഭർത്താക്കന്മാരെ എടാ വാടാ പോടാ പട്ടി എന്നൊക്കെ വിളിക്കുന്നതും. പേര് പോലും ഭർത്താവിനെ വിളിക്കാൻ പാടില്ല. അബ്രഹാമിനെ സാറ യജമാനെ വിളിച്ചത്. സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവിന് ബഹുമാനം കൊടുക്കണം. ബഹുമാനത്തോടെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. അല്ലേരിയ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഭർത്താവിന് ഭാര്യ കീഴടങ്ങിയിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അല്ലേരിയ. ഭാര്യ വീട്ടിലൊരു ഉപകരണമായിട്ട് മാത്രം കാണരുത്. പല ഭർത്താക്കന്മാരും വീട്ടിൽ ഭാര്യയെ കാണുന്നത് വീട്ടിലെ വീടും മുറ്റമൊക്കെ അടിച്ചു വാരുക, വസ്ത്രം തുണി അലക്കുക, വീട്ടിലെ വേല ചെയ്യുക, പാത്രം കഴുകുക, പിന്നെ ഭർത്താക്കന്മാർ വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിനുള്ളതൊക്കെ ചെയ്യുക, മക്കളുടെ ഇഷ്ടത്തിന് ചെയ്യുക, അവരെ സ്കൂളിൽ ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ വീട്ടിൽ വെറും ജോലിക്കാരാണ്.
അല്ലേ? ഭാര്യമാരെ വീട്ടിൽ ജോലിക്കാരായിട്ടല്ലേ കാണേണ്ടത്, ഭാര്യയായിട്ട് തന്നെ കാണണം. അവൾക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത്, ആദരവ് കൊടുത്ത്, അവളെ സ്നേഹിച്ചും പരിപാലിച്ചും അവളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ഭാര്യയ്ക്ക് ഭാര്യയുടെ വില കൊടുക്കുമ്പോഴാണ് ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അബ്രഹാമിനെ സാറ യജമാനെ എന്ന് വിളിച്ചുപോലെ യജമാനന്റെ സ്ഥാനത്ത് ഭാര്യ ഭർത്താവിനെ കാണുന്നത്. അത് ഈ കള്ളു കുടിച്ച് നാലുകാലിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് എടുത്തോടി എന്നൊക്കെ പറഞ്ഞ് ചെന്ന ഭാര്യമാർ നിന്നെ ലേശം ഭഗവതത്തില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഒരുപാട് വിഷയങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും പല വിഷയങ്ങൾക്കും ഇങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ പോകാറുണ്ട്. എന്താ ഭാര്യ ഭർത്താക്കന്മാർക്കും ബഹുമാനമില്ല. ഇതുകൊണ്ടാണ് പത്രോസ് പഴയ നിയമത്തിലെ വിശുദ്ധയായ സ്ത്രീകളെ കുറിച്ച് നമുക്കിവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ചെന്ന്. പ്രൈസലോ. കുടുംബത്തിനകത്ത് ബഹുമാനം വേണം, പരസ്പര ബഹുമാനം, ആദരവാണ് ആവശ്യം. അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ രാവിലെ കടയിൽ കിടക്കുന്ന ബ്യൂട്ടി പാർലറിൽ കിടക്കുന്ന എല്ലാ സാധനങ്ങളും വീട്ടിൽ കൊണ്ടുവച്ച് ഒരുങ്ങി ടിപ്പായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ പലരും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതല്ല ജീവിതം. അല്ലേ? പണ്ടത്തെ കാലഘട്ടത്തിൽ പോലും ഇന്നത്തെ ഒരുപാട് ബ്യൂട്ടി പാർലറുകൾ പെരുകി. ഇപ്പം ബ്യൂട്ടി പാർലറിന്റെ കാലഘട്ടമാണ്. കാരണം മനുഷ്യനെല്ലാം പൊള്ള പണം കൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോയി അവരുടെ ശരീരത്തിന് വരുത്തേണ്ട രൂപഭാവ മാറ്റങ്ങളെല്ലാം വരുത്തി മുഖത്തിന്റെ ചുളുക്കോ ഒടിയോ എല്ലാം മാറ്റി പൊട്ടിയിട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരിക. നമ്മൾ കെട്ടിടമൊക്കെ പോണത് ചുവണ്ട് പൊട്ടിയിട്ട് നല്ല മിനുസമാക്കുന്ന പോലെ ഈ ബ്യൂട്ടി പാർലറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുഖത്ത് പൊട്ടിയൊക്കെ ഇട്ട് കൊള്ള കുഴി ഒക്കെ നികത്തി അല്ലേരിയ ഇങ്ങനെ ഇറങ്ങി വരും. അല്ലേരിയ വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെയാണ്. അല്ലേരിയ നായയുടെ വാല് 12 വർഷം കുഴലിലിട്ടിട്ട് ഊരിയെടുത്താലും നായയുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കുന്ന പഴമക്കാർ പറഞ്ഞുവരെ. എന്നെ കേൾക്കുന്ന സഹോദര സൗകര്യം, നീ ബ്യൂട്ടി പാർലറിൽ പോയി നിന്റെ മുഖത്തിന് ശരീരത്തിൽ എത്രമാത്രം പൊട്ടിയിട്ട് അലങ്കരിച്ച് മിനുക്കി പൗഡർ തേച്ച് വന്നാലും അത് നിന്റെ മുഖം വിയർത്ത് കഴിയുമ്പോൾ അതവിടെ നിന്ന് അങ്ങ് പോകും. അല്ലേരിയ മുഖം കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് പോകും. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ച്, തേജസ്സോടുകൂടി സൃഷ്ടിച്ചത്. അപ്പം സൃഷ്ടിയിൽ തന്നെ മനുഷ്യനൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തെക്കാൾ വേറെ വലിയ സൗന്ദര്യമൊന്നും ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല. പിന്നെ എന്തെങ്കിലും സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ലോകത്തിനുള്ള കൃത്രിമങ്ങൾ ചേർന്ന് നമ്മുടെ ശരീരത്തെ അലങ്കരിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അത് മാരകമായ രോഗമായി ഇന്ന് ക്യാൻസർ വർദ്ധിക്കുന്നത് തന്നെയാണ്. ലേരിയ പലർക്കും ക്യാൻസർ രോഗം വർദ്ധിക്കുന്നു, ക്യാൻസർ പെരുകിയിരിക്കുന്നു, ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകുക. എന്തുകൊണ്ടാണ് ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകുന്നത്? നമ്മുടെ ശരീരത്തിന് കൊള്ളരുതാത്ത, നമ്മുടെ ശരീരത്തിന് വേണ്ട, നമ്മുടെ ശരീരവുമായി യോജിക്കാത്ത, നമ്മളെ ബ്ലഡുമായിട്ട് യോജിക്കാത്ത അനവധി കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് അടിച്ച് തേച്ച് പിടിപ്പിച്ച് വെക്കുന്നത് കൊണ്ട് പിന്നത്തേതിൽ ഈ കെമിക്കലെല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രോമസുഷിരങ്ങളിലൂടെ അത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വ്യാപരിച്ച് നമ്മുടെ രക്തത്തിൽ കലർന്ന പിന്നത്തേതിൽ അത് വലിയ അണുബാധയായി മാറി പിന്നെ മനുഷ്യൻ ക്യാൻസർ രോഗിയായി മാറുക. അതുകൊണ്ടാണ് ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകുന്നത് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ചിന്തയാണെന്ന് ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പലരും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അഭിപ്രായം കൂടെ പറഞ്ഞതാണ്. നമ്മളിവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിശേഷ വസ്ത്രം ധരിക്കുന്നതുമല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികളെല്ലാം മുടി മുറിച്ച് കളയുക. അല്ലേരിയ പണ്ടത്തെ കാലഘട്ടത്തിൽ മുടി വളർത്തി അല്ലെങ്കിൽ വളരെ അച്ചടക്കത്തോടുകൂടി നടക്കുന്നത്. ഇപ്പം മുടിയൊന്നും ഇപ്പം ചീകാനും അമ്മ കെട്ടാനും അമ്മ കുളിച്ചു തോർത്താനും ഉണങ്ങിയെടുക്കാനൊന്നും സമയമില്ല, അതുകൊണ്ട് മുറിച്ചാൽ കളഞ്ഞേക്കുക. പ്രൈസലോ. നമ്മുടെ ഈ വേദപുസ്തകമൊക്കെ ഒന്ന് വായിച്ച സ്ത്രീകളുള്ള നിർദ്ദേശം പുരുഷന്മാരുള്ള നിർദ്ദേശമൊക്കെ നമ്മൾ വായിക്കണം. അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ക്രൈസ്തവ ജീവിതത്തിന്റെ അലങ്കാരം എന്ന് പറയുന്നത്, ക്രൈസ്തവ ജീവിതത്തിലെ ആഡംബരം എന്നൊക്കെ പറയുന്നത്, ക്രൈസ്തവ ജീവിതത്തിലെ ആനന്ദം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക. അതൊക്കെ ഉണ്ട്. എന്താണത്? സൗമ്യതയും അക്ഷയഭൂഷണവുമായ ഹൃദയത്തിന്റെ കൂടെ മനുഷ്യന്റെ ഉള്ളിൽ വരുമ്പോൾ ക്രിസ്തുവിൽ നിനക്ക് സന്തോഷിക്കാൻ കഴിയും, രക്തം ചെയ്യും. അല്ലേ? ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാമിനെ സാറ ബഹുമാനിച്ചതുപോലെ നമ്മളും നമ്മുടെ കുടുംബത്തിൽ ഭർത്താക്കന്മാരെ ആദരിച്ച് ബഹുമാനിച്ച് പരസ്പര സ്നേഹം പുലർത്തണം. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൂർണ്ണമായും അവനാൽ നടത്തപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ സൗമ്യത നിങ്ങളുടെ ഉള്ളിലേക്ക് വരും.
നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച് ആത്മരക്ഷ പ്രാപിച്ച് നിത്യജീവന്റെ അവകാശമായി മാറിക്കഴിയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സൗമ്യത നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടും. ക്രിസ്തുവിന്റെ സൗമ്യത നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ ആലങ്കാരികമായ രീതിയിലൂടെ നടക്കാതെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും. രക്തം ചെയ്യും ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിന്റെ ഫലമായ സൗമ്യതയുടെ മനസ്സ് നിങ്ങൾക്ക് കർത്താവ് തരും. ഹല്ലേലൂയ. അപ്പൊ സൗമ്യത എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലങ്ങളിൽ 8ാമത്തേതാണ് ഹല്ലേലൂയ. ഈ സൗമ്യത. ഈ സൗമ്യത നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വരണം. എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. ഒരു മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ അവൻ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകനായി മാറണം. ദൈവത്തിന്റെ മകളായി മാറുന്നവരിലാണ് ദൈവം പരിശുദ്ധാത്മാവിനെ പകരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോഴാണ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് ബോധം വരുത്തി തരുന്നതെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ യോഹന്നാൻ 16 വായിച്ചത് കാണാൻ കഴിയും. 16:8 തോന്നുന്നു. അപ്പം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി തന്ന് ഈ ലോകത്തിന്റെ ആഡംബര സുഖലോലുപ ജീവിതത്തെ നയിക്കുന്നത് പാപമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ സൗമ്യതയുടെ ആത്മാവായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിനക്ക് വീണ്ടും നിർദ്ദേശം തരും. ഹല്ലേലൂയ. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഭൂമി നല്ലൊരു ജീവിതത്തെ നമുക്ക് പടഞ്ഞുയർത്താൻ കഴിയത്തുള്ളൂ. രക്തം ചെയ്യും ഹല്ലേലൂയ. ഇന്ന് ഒരു മനുഷ്യൻ പണിയെടുക്കുന്നതിൽ നല്ലൊരു ശതമാനം ബ്യൂട്ടി പാർലറുകളും അവർക്ക് വേണ്ടുന്ന അലങ്കാര വസ്തുക്കളും മേടിച്ച് തീർക്കുകയാണ്. ഹല്ലേലൂയ. അതിന് തന്നെ നല്ലൊരു തുക കണ്ടെത്തണം. ഹല്ലേലൂയ. ഒരു വീട്ടിൽ ഭർത്താവ് തന്നെയാണ് പണിയെടുക്കുന്നതിൽ, ഭാര്യ പണിക്ക് പോകുന്നില്ല, മക്കളും പണിക്ക് പോകുന്നില്ലെങ്കിൽ ഭർത്താവ് തന്നെ പണിയെടുക്കുന്ന വയസ്സ് കൊണ്ട് ഭാര്യയ്ക്കും മക്കൾക്കുമുള്ള ഈ ബ്യൂട്ടി പാർലറുള്ള സാധനങ്ങളും കടയിലുള്ള സാധനങ്ങളും വാങ്ങിയെടുക്കുമ്പോഴത്തേക്കും കുടുംബം പോറ്റാൻ പറ്റാതെ വരും. അല്ലെങ്കിൽ പിന്നെ പറയും ഭർത്താവ് പണിക്ക് പോകുന്നില്ല, പണിയാൻ പോകത്തെ മടി പിടിച്ചിരിക്കുകയാണ്. എന്താ പണി പോയിട്ട് രാവിലെ അധ്വാനിച്ച് കൊണ്ടുവന്നാലും ഈ ബ്യൂട്ടി പാർലറും സാധനങ്ങൾക്കും ചെലവഴിക്കാനില്ല ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജന്മം പ്രാപിക്കേണ്ടതുകൊണ്ട്, ആത്മജന്മം നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടാത്തത് കൊണ്ട്, ആത്മാവിന്റെ പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടുത്താത്തത് കൊണ്ട് നിങ്ങൾ ഇന്ന് ലോകമനുഷ്യനായി ജീവിക്കുക. ലോകമനുഷ്യനായി ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ലോകത്തെ മാതൃകയാക്കി പോകുന്നത്. ലോകത്തെ മാതൃകയാക്കാനല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് യേശുവിനെ അനുകരിപ്പാനാണ് പറഞ്ഞത്. നിങ്ങൾ എന്റെ അനുകാരികളാകുമെന്നാണ് അല്ലെങ്കിൽ യേശു പറയുന്നത്. എഫേസ്യർ 5 വായിച്ചു നിങ്ങൾ എന്റെ അനുകാരികളാകണം. അല്ലെങ്കിൽ ലോകത്തെ അല്ല നമ്മൾ അനുകരിക്കേണ്ടത്, കർത്താവ് യേശു ക്രിസ്തുവിനെ. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തി സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥമിക്കുന്ന 10,000 സുന്ദരനായിരിക്കുന്ന വെണ്മയും ചുമപ്പുമുള്ള ആ നമ്മുടെ കർത്താവിനെ വേണം നമ്മൾ അനുകരിക്കാൻ. ഹല്ലേലൂയ. എങ്കിലേ നമുക്ക് ആ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. നിത്യതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ ആഡംബര ജീവിതങ്ങളൊക്കെ വിട്ടിട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ സൗമ്യതയും അക്ഷഭൂഷണമായിരിക്കുന്ന ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ നിന്നിൽ വെളിപ്പെട്ട് നീ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കണം. രക്തം ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യത്തെത്തുവാൻ കഴിയുന്നത്. പാപം നിന്റെ ജീവിതത്തിൽ നീക്കിക്കളയുന്ന ലോകമോഹങ്ങളെ നീ നീക്കിക്കളയണം. ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കല്ല നമ്മൾ ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന നമ്മൾ വായിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷപ്രദമായി മാറുന്നത്, ആനന്ദകരമായി മാറുന്നത്. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നവരെയും പത്രോസിന്റെ ശീലങ്ങൾ അഥവാ സ്വഭാവങ്ങൾ ലോകപ്രകാരമുള്ളതായിരുന്നു. ഈ ലേഖനം എഴുതുന്ന പത്രോസമല്ലോ, പത്രോസിനും ബുക്കുവനാ, മീൻ പിടിക്കുന്നവനാ. അപ്പനും മക്കളും എല്ലാം കടലിൽ പോയി വരവീശി മീൻ പിടിച്ച് ഉപജീവനമാർഗം നടത്തിക്കൊണ്ട് പത്രോസിന്റെ ജീവിതം ലോകപ്രകാരമുള്ള ജീവിതമായിരുന്നു. കാരണം പത്രോസിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലായിരുന്നു. അല്ലെങ്കിൽ ആത്മാവുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിനുള്ള ജീവിതമല്ല. അതുകൊണ്ട് പത്രോസിന്റെ സ്വഭാവങ്ങളെല്ലാം ലോകപ്രകാരമായിരുന്നു. പെട്ടെന്നുള്ള കോപങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് പത്രോസിന് കോപം വരും. അതുകൊണ്ടാണ് വാൾ എടുക്കേണ്ടതായി വന്നത്. യേശുവിനെ ഗസമനെ വെച്ച് വന്ന് പിടിക്കുന്നു. പത്രോസ് പെട്ടെന്ന് വാളെടുത്ത് മഹാപുരുഷന്റെ കാണാതെ അറക്കുവാൻ കാരണം തന്റെ ഉള്ളിലെ കോപമാണ്. അല്ലെ പെട്ടെന്ന് വാളെടുത്ത്, അല്ലെ പെട്ടെന്ന് യേശുവിനെ തള്ളിപ്പറയിടയായി.
3.5 വർഷം യേശുവിനോട് കൂടെ നടന്ന് യേശു ചെയ്ത അത്ഭുതം അടയാളങ്ങളുണ്ട്. യേശുവിന്റെ കൂടെ നടന്ന് തിന്നു കുടിച്ച് ഭക്ഷിച്ച് ജീവിച്ച് നടന്ന് നീ മരിക്കേണ്ടി വന്നാലും അല്ലേലിയ എന്നൊക്കെ പറഞ്ഞ് അല്ലേലിയ നിന്നോടുകൂടെ മരിക്കാൻ ഞാൻ ആണെന്നൊക്കെ പറഞ്ഞ് പത്രോസ് പിന്നത്തെ എന്ത് ചെയ്തു? യേശുവിനെ തള്ളി പറഞ്ഞു. കാരണം എന്താ? തൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ല. അല്ലേലിയ. അപ്പൊ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. അല്ലേലിയ സ്തോത്രം. യേശുവിനെ ഉപേക്ഷിച്ച് ദൂരെ പോയി. തള്ളിപ്പറയുക മാത്രമല്ല, യേശുവിനെ ഉപേക്ഷിച്ച് ദൂരെ പോയി. കുളിർ കാഞ്ഞ് തീ കാഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് പത്രോസിൽ വന്നപ്പോൾ യേശു മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ അതിശക്തിയോടെ കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന് മത്തലക്കായ്ക്ക് മറിയയ്ക്കും എമൗസിലേക്ക് പോയി ശിഷ്യന്മാർക്കും പത്രോസ് അടക്കോടെ 11 പേർക്കും പ്രത്യക്ഷമായി. അല്ലേലിയ. അങ്ങനെ 40 നാളുകൾ യേശു അവർക്ക് പ്രത്യക്ഷമായതിനു ശേഷം 40-ാം നാൾ അല്ലേലിയ യേശു സ്വർഗാരോഹണം ചെയ്തു. അല്ലേലിയ. യേശു പറയുന്നുണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു പോയതുപോലെ മടങ്ങി വരുമെന്ന് യേശുവിന്റെ സ്വർഗാരോഹണ സമയത്ത് ദൂതന്മാർ പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 1:11 കാണാൻ കഴിയും. അങ്ങനെ അവരെല്ലാവരും കൂടെ യേശുവിന്റെ അമ്മയായിരിക്കുന്ന മറിയടക്കം പത്രോസ് അടക്കം എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്യജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർ ഓരോരുത്തരും പതിയുന്നതും കൂടിയിരുന്ന 120 പേരും പരിശുദ്ധാത്മാവ് വരുന്നതും. അല്ലേലിയ. അങ്ങനെ പരിശുദ്ധാത്മാവിൽ പത്രോസ് നിറയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പത്രോസിന്റെ സ്വഭാവത്തിന് അടിമുടി മാറ്റം വന്നു. അല്ലേലിയ. പത്രോസിന്റെ സ്വഭാവത്തിന് അടിമുടി മാറ്റം വന്നത് തന്റെ സ്വഭാവം മാറി, ഇതിന്റെ കോപങ്ങൾ മാറി, ഇതിന്റെ എടുത്തിയാട്ടം മാറി. യേശുവിനിട്ട് ദൂരെ പോയിരുന്നവൻ യേശുവിനെ ചേർന്ന് നടക്കാൻ തുടങ്ങി. യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ പ്രാഗിവൻ എന്ത് ചെയ്തു? അവന്റെ സ്വഭാവങ്ങൾക്ക് അടിമുടി മാറ്റം. അല്ലേലിയ. അത് സ്നേഹിത, പത്രോസ് എടുത്തുചാട്ടക്കാരൻ, അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള മനുഷ്യൻ. എന്നാൽ യേശുവിനെ അവൻ തള്ളിപ്പറഞ്ഞു, ദൂരെ പോയി. ഹല്ലേലൂയ. അവൻ യേശുവിനെ പ്രാകുവാൻ തുടങ്ങി. പത്രോസിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ തള്ളിപ്പറഞ്ഞ സ്ഥാനത്തെല്ലാം അനുദവിച്ച് പശ്ചാത്തപിച്ച് കർത്താവോട് ചേർന്ന് പിന്നത്തേതിൽ മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുക സൗമ്യതയുടെ ആ അനുഭവത്തിൽ നിന്ന് ദൈവവചനം പറയുവാൻ പത്രോസിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ അലങ്കാരം അല്ലെങ്കിൽ സ്തോത്രം തലമുടി പിന്നതും പൊന്നണിയുന്നതും വിശേഷവസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായിരിക്കുന്ന ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ പുറത്തു വേണം. അനുഭവസ്ഥൻ രേഖപ്പെടുത്തുന്ന നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. രക്തം ചെയ്യും. അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പത്രോസ് ഇത് പറയുമ്പോൾ തന്റെ മുൻകാല ജീവിതവും പരിശുദ്ധാത്മാവിൽ താൻ നിറയപ്പെട്ട് സൗമ്യത തന്റെ ഉള്ളിൽ വന്നപ്പോൾ, തന്റെ രൂപത്തിന് മാറ്റം വന്നപ്പോൾ പ്രവർത്തികൾക്കും ചിന്തകൾക്കും വാക്കുകൾക്കും നോട്ടത്തിനും കേൾവികൾക്കും എല്ലാം വലിയ വ്യതിയാനം സംഭവിച്ചു. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, ആത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലെ കോപം മാറിപ്പോകും, നിന്റെ ഉള്ളിൽ ശാഠ്യം മാറിപ്പോകും, ദന്തപക്ഷം മാറിപ്പോകും, ഭിന്നത, അസൂയ, എല്ലാ കപടവും നിന്റെ ഉള്ളിൽ നീങ്ങിപ്പോകും. നമുക്കറിയുന്ന പല സഹോദരന്മാരും കോപത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട ജീവിക്കുന്നത്. സൗമ്യതയുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയത്തില്ല, സാവധാനം സംസാരിക്കാൻ അറിയത്തില്ല, സമാധാനം നിലനിർത്താൻ അറിയത്തില്ല, സമാധാനപര ജീവിതം നയിക്കാൻ അറിയത്തില്ല. എടുത്ത് ചാട്ടക്കാരനായിരിക്കുന്ന പത്രോസിനെ പോലെ പലരും എടുത്തു ചാടി അല്ലെങ്കിൽ അവസാനം ആത്മഹത്യ വരെ ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മൾ കാണില്ലേ? എന്തുകൊണ്ടാണ് പെട്ടെന്ന് കുറച്ച് സഹോദരന്മാർ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്നത്? ലോകപ്രകാരം കോപത്തിന്റെ ആത്മാവിന്റെ ഉള്ളിലുള്ളപ്പോൾ ഹല്ലേലൂയ നിനക്ക് സൗമ്യതയിലേക്ക് വരാൻ കഴിയില്ല, നിന്നെ നടത്തുന്നത് പിശാച. എന്നാൽ പത്രോസിന് പേര് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവനെ സൗമ്യതയുള്ളവനാക്കി മാറ്റിയതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, രക്തം ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ദൂത്, നീ എത്ര കോപമുള്ളവളായിരുന്നാലും നീ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിന്റെ ഹൃദയം യേശുവിന് കൊടുക്കുമ്പോൾ, അവന്റെ മകളായി നീ മാറുമ്പോൾ, അവൻ നിന്റെ പിതാവായി മാറുമ്പോൾ, യേശു നിന്റെ പിതാവും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി മാറുമ്പോൾ, ഉയരത്തുന്ന പരിശുദ്ധാത്മാവിനെ യേശു നിന്റെ മേൽ പകരും. രക്തം ചെയ്യും. ഉയരത്തുന്ന പരിശുദ്ധാത്മാവിനെ യേശു നിന്റെ മേൽ പകർന്നു കഴിയുമ്പോൾ നിശാന്തനായൊരു മനുഷ്യനായി മാറും, അല്ലെങ്കിൽ നിശാന്തതയുള്ളവളായി മാറും. നിന്റെ രീതികളെല്ലാം മാറും. അങ്ങനെ മാറുമ്പോൾ നിന്റെ ഉള്ളിൽ സൗമ്യത വെളിപ്പെടാൻ തുടങ്ങും. രക്തം ചെയ്യും. സൗമ്യത നിന്റെ ഉള്ളിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ അതിനോടുകൂടി നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ പരാജയങ്ങൾ മാറും, നിന്റെ സങ്കടങ്ങൾ മാറും, നിന്റെ താഴ്ച നിന്നെ ഉയർത്തുവാൻ യേശു ആഗ്രഹിക്കുക. നിന്റെ ഉള്ളിൽ സൗമ്യതയെ നീ പ്രാപിക്കണം.
ലേറിയ ലോകം കാണിക്കുന്ന പോലെ ഇന്നത്തെ ലോകപ്രകാരം ആഡംബര ജീവിതം നയിക്കുവാൻ എൻ്റെ കർത്താവിനെ വിളിച്ചു വേർതിരിക്കുന്നത്, കർത്താവിനെ ഭൂമി സൃഷ്ടിച്ചത് ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ്. ലേറിയ അതുകൊണ്ടെന്താണ് പത്രോസിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. യജമാൻ പരിശീലിപ്പിച്ചെടുത്ത കുതിരയെ പോലെ അവൻ മാറി. ഈ കുതിരയൊക്കെ മേടിക്കുമല്ലോ ആളുകൾ, കുതിരയൊക്കെ മേടിച്ചുകൊണ്ട് യജമാനെ നന്നായിട്ട് പരിശീലിപ്പിച്ചെടുക്കുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ 3.5 വർഷം നടന്ന പത്രോസ് പിന്നത്തേത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യജമാനെ പരിശീലിപ്പിച്ചെടുത്തൊരു കുതിരയെ പോലെ പത്രോസ് മാറി. ദൈവിക സൗമ്യതയെ തന്റെ പ്രവർത്തനങ്ങളിൽ വെളിപ്പെടുത്തി. ദൈവിക സൗമ്യത തന്റെ പ്രവർത്തനം വെളിപ്പെടുത്തി. ഈ കുതിര ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്ന ഉടനെ വന്ന കുതിരയെ അയാൾ പറഞ്ഞ അനുസരിച്ച് ചില കുതിരയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന യജമാനെ അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തിട്ട് കാല് പറിച്ച് തൊഴിക്കും. കാല് പറിച്ച് തൊഴിക്കും. കാരണം കുതിരയ്ക്ക് അറിയത്തില്ല യജമാനാണെന്നും. അതുകൊണ്ട് ആ കുതിരയുടെ ആക്രമണമേറ്റ അനവധി ആളുകളുണ്ട്. എന്നാൽ ഈ കുതിരയുടെ യജമാനൻ കുതിരയെ വളരെ സാവധാനതയോടെ അതിനെ മനസ്സിലാക്കി പരിചരിച്ചെടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? യജമാനനെ അനുസരിക്കുന്ന കുതിരയായി. പിന്നെ യജമാനൻ പറയുന്നത് മാത്രമേ കുതിര ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മുമ്പ് എടുത്തിയാട്ടക്കാരനായിരിക്കുന്ന പത്രോസ് യജമാനനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യേശുവിനെ ക്രിസ്തുവിനാൽ മെരുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശക്തനായ ഒരു മനുഷ്യനായി മാറി. രക്തം ചെയ്യവേ, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്നെയും നല്ലൊരു ദൈവം അതുപോലെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചയെന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചയെന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തത് കൊണ്ടാണ്, സന്തോഷമില്ലാത്ത നിന്റെ കുടുംബ അരാജകത്തിന്റെ അകത്ത് കിടക്കുന്നത് കൊണ്ടാണ്. പരസ്പരം ക്ഷമിപ്പാൻ കഴിയാതെ, പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ, സൗമ്യതയുടെ അനുഭവം ഇല്ലാതെ നിന്റെ കുടുംബത്തിനകത്ത് എന്നും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് നിന്റെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യജമാനന്റെ കുതിര വിരുങ്ങിക്കൊടുത്തതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ ഒന്നും കൊടുക്കാകിൽ പത്രോസിന്റെ സ്വഭാവത്തെ മാറ്റിയെടുത്തവൻ നിന്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ പത്രോസിൽ സൗമ്യരായ ആത്മാവ് വെളിപ്പെടുത്തി. മാത്രം അനേകർക്ക് അനുഗ്രഹപ്രദമായി മാറി. അനേകർക്ക് ആശ്വാസമായി മാറി. കാരണം പത്രോസിലെ 1-2 ലേഖനങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ പത്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ മനുഷ്യൻ ആരായിരുന്നു? ഈ മനുഷ്യൻ ലേഖനം എഴുതി ഇങ്ങനെ തരണമെങ്കിൽ ഈ മനുഷ്യൻ എത്രമാത്രം ശാന്തനായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിതരെ, ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ അതുപോലെ നിങ്ങളുടെ കോപങ്ങൾക്കും വൈരാഗ്യങ്ങൾക്കും നിങ്ങൾ ഇടം കൊടുക്കാതെ ഹല്ലേലൂയ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിലെ പ്രതികാരം മാറിപ്പോകണം, കോപം മാറിപ്പോകണം, ദുശാഠ്യങ്ങൾ മാറിപ്പോകണം. നിങ്ങളെ നശിപ്പിക്കുന്ന പാപ സ്വഭാവങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ സൗമ്യതയിലേക്ക് വരണം. മറ്റുള്ളവരുടെ സ്നേഹത്തോട് സംസാരിക്കാൻ കഴിയണം. ചെറുപുഞ്ചിരിയോടെ എല്ലാവരും ഇടപെടുവാൻ കഴിയണം. ആരോട് സംസാരിച്ചും ചെറുപുഞ്ചിരിയോടെ സ്നേഹത്തിന്റെ വാക്കുകൾ ഹല്ലേലൂയ മറ്റുള്ളവർ സംസാരിക്കും. അവരെ ആദരവോടുകൂടി ഒരു ആദരവ് കൊടുക്കുന്ന സംസാരത്തിലേക്ക് നീ എത്തണമെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണം. ഹല്ലേലൂയ. ചില സഹോദരിമാരെ കാണത്തില്ലേ, ചില ആളുകളെ കാണാം, അവരുടെ മുഖമൊക്കെ ഇങ്ങോട്ട് വീർത്ത് കെട്ടി. ചില സഹോദരന്മാരെ കാണുമ്പോൾ മറ്റുള്ളവരെ കാണുമ്പോഴത്തേനും എന്ത് ചെയ്യും? അവരുടെ മുഖത്തെല്ലാം കൂടെ ആ ഭാവമെല്ലാം കൂടെ മാറി എന്തോ പ്രതികാരത്തിന്റെ ആത്മാവ് നിറയപ്പെട്ട് നിൽക്കുന്നത് പോലെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ആ പ്രതികാരത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ ഉള്ളതിന്റെ കാരണം എന്താണ്? അവന്റെ ഉള്ളിൽ സൗമ്യത എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലം ഇല്ലാത്തത് കൊണ്ടാണ്. ആത്മാവിന്റെ ഫലം ഉണ്ടായിരുന്നെങ്കിൽ അവൻ നിശ്ചയമായിട്ടും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിഞ്ഞേനെ. രക്തം ചെയ്യും. ഇവിടെ സ്നേഹം എന്ന വാക്ക് നമ്മുടെ ഉള്ളിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ വീണ്ടെടുപ്പിലേക്ക് ഇത് വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസിന് എടുത്തിയാട്ടക്കാരൻ ഒരു മുൻകോപിയൊക്കെ ആയിരുന്നു. യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ, യേശുവിനെ വിട്ട് കല്ലേറെ ദൂരത്തോളം മാറിപ്പോയവൻ. ഹല്ലേലൂയ. യേശുവിനെ വിട്ട് ദൂരെ മാറി നിന്നവൻ, തള്ളിപ്പറഞ്ഞവൻ, പ്രാഗ്യവൻ. ഹല്ലേലൂയ. പത്രോസ് പരിശുദ്ധന്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ തന്റെ ഉള്ളിലെ ഹല്ലേലൂയ കോപത്തിന്റെ ആത്മാവ് മാറി സൗമ്യതയുടെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് പത്രോസ് കോടാനുകൂടി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണ്. പത്രോസ് കോടാനുകൂടി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ശക്തനായ അപ്പോസ്തലനായി മാറി. 2 ലേഖനങ്ങൾ എഴുതി തന്നതിന്റെ കാരണം തന്റെ ഉള്ളിൽ വന്ന സൗമ്യതയാണ്.
അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ സൗമ്യതയുള്ളവനായി മാറണം. നിന്റെ കുടുംബത്തിന്റെ തകർച്ചകൾ മാറുവാൻ, നിന്റെ കുടുംബത്തിന്റെ പ്രതിസന്ധികൾ മാറുവാൻ, നിന്റെ ജീവിതത്തിന്റെ തകർച്ച മാറുവാൻ ഒരേ ഒരു മാർഗം സൗമ്യത എന്ന് പറയുന്ന ഒരു ഔഷധമാണത്. അത് നീ സ്വീകരിക്കണം. അല്ലേരിയ, ഒരു ഔഷധം പോലെ ഈ സൗമ്യത അങ്ങ് സ്വീകരിക്കണം. അപ്പം പത്രോസ് എന്ത് ചെയ്തു? എല്ലാവർക്കും പ്രയോജനമുള്ളവനായി മാറി. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് പത്രോസിലേക്ക് വരുവാൻ തുടങ്ങി. ഇതുപോലെ തന്നെ പൗലോസും എന്ത് ചെയ്തു? എടുത്തിയാട്ടക്കാരനൊക്കെയായിരുന്നു പണ്ട്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിലെ 613 നിയമങ്ങളും പഠിച്ച് ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ച് ദൈവമാർഗത്തിൽ വിശ്വസിക്കുന്നവരെ പിടിച്ചു കെട്ടി ഇരിച്ചു കൊന്നു കളയാൻ ഇറങ്ങി പുറപ്പെട്ട പൗലോസിനെ ദമസ്കോസ് പടിക്കൽ വെച്ച് യേശു സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പൗലോസിന്റെ ഉള്ളിലെ ആ കോപത്തിന്റെ ആത്മാവൊക്കെ അങ്ങ് മാറി, പ്രതികാരത്തിന്റെ ആത്മാവ് മാറി, വൈരാഗ്യത്തിന്റെ ആത്മാവ് മാറി, ആ രക്തദാഹം തന്റെ ഉള്ളിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പൗലോസ് ഒരു സൗമ്യനായി മാറി. പൗലോസ് ഒരു സൗമ്യനായി മാറിയതുകൊണ്ട് ഈടുറ്റ 14 ലേഖനങ്ങളെ ദൈവം നമുക്ക് പൗലോസിലോട്ട് തന്ന് ലോകം മുഴുവൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. അത് നിന്നെ ലോകത്തിനല്ല ആവശ്യം സഹോദരി സഹോദര, നിന്നെ യേശുവിനാണ് ആവശ്യം. ലോകത്തിന് നിന്നെ ലോകക്കാരോടൊപ്പം നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടണം, രക്തം ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഭാര്യമാരോടുള്ള ബന്ധത്തിലാണ് പത്രോസ് ഈ വചനം പ്രസംഗിക്കുന്നതെങ്കിലും ഹല്ലേലൂയ, നമ്മെ തന്നെ അലങ്കരിക്കുന്നത്, നമ്മുടെ അലങ്കാരം എങ്ങനെയായിരിക്കണം? സഹോദരിമാരായിരുന്നാലും സഹോദരന്മാരായിരുന്നാലും നമ്മുടെ അലങ്കാരം എന്ന് പറയുന്ന സൗമ്യതയും അക്ഷഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢവംശം തന്നെ ആയിരിക്കണം. അതാണ് ദൈവത്തിന് വിലയേറിയതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. പരസ്പര സ്നേഹത്താൽ മുന്നോട്ട് പോകണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും ദൈവത്തിന് വചനം വായിക്കുമ്പോൾ, നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ സ്വാർത്ഥതയും ഗർഭവും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥത വളരും, നമ്മുടെ ഉള്ളിൽ ഗർവം വരും, ഗർവം വരും. അല്ലെങ്കിൽ ചിലർക്ക് ഞാനാണ് വലിയവൻ, ഞാനാണ് ശ്രേഷ്ഠൻ, ഞാനാണ് ഉത്തമൻ, എന്നെ കവിഞ്ഞ് മറ്റാരുമില്ല, എന്നെക്കാൾ ശ്രേഷ്ഠനാരുമില്ല, എനിക്കെല്ലാം മാറിയ കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, വിദ്യാഭ്യാസം, ലോകപരിചയമുണ്ട്, സമ്പത്തുണ്ട്, പണമുണ്ട്, പാരമ്പര്യമുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് തങ്ങളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ചില ആരുണ്ട്. തങ്ങളെ തന്നെ അവരവരെ തന്നെ ഉയർത്തുന്നവരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്റെ ഉള്ളിൽ സ്വാർത്ഥത നിറയും, ഗർവം നിറയും. ഹല്ലേലൂയ. അതവർ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്ന ശ്രോതാവി, നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥത പാടില്ല, നമ്മുടെ ഗർവം പാടില്ല. അത് രണ്ടും നമ്മെ തകർക്കുന്നതാണ്. ഹല്ലേലൂയ. അതേ സമയത്തിൽ എല്ലായ്പ്പോഴും കർത്താവിനെ മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ, നിങ്ങളെ തന്നെ നോക്കാതെ നിങ്ങൾ കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും, ആത്മാവിന്റെ ഫലം നിറയാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനം 12-ാം അധ്യായം വായിക്കുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കണം. അതെ, ഈ ലോകത്തിൽ വിശ്വാസ നായകനും പൂർത്തി യേശുവിനെ മാത്രം നീ നോക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. അല്ലെങ്കിൽ നിന്നെ തകർക്കുവാൻ ശത്രു പല പദ്ധതികളുമായി വരും. നിന്നെ ഉടച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ പിശാച് പല പദ്ധതികളുമായിട്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്തവൻ പ്രവേശിക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അതിന് നിന്റെ ഹൃദയത്തെ നീ വിട്ടുകൊടുക്കരുത്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ ജീവിച്ച് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത് ശ്രോതാവേ. രക്തം ചെയ്യും. നമുക്കൊരേ ഒരു ജീവിതം മാത്രമാണ്. ആ ജീവിതം ഇവിടെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ച് നിത്യതയിൽ നമ്മൾ എത്തിച്ചേരണം. രക്തം ചെയ്യും. ഈ ലോകത്തിലൊന്നും നേടിയില്ലെങ്കിലും, ഈ ലോകത്തിൽ പേരും പ്രശസ്തി ഒന്നും കിട്ടിയില്ലെങ്കിലും, സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും, ആരും നമ്മളെ ഉയർത്തി പറഞ്ഞില്ലെങ്കിലും, ആരും നമ്മളെ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞില്ലെങ്കിലും, നമ്മളെ ആരും കണ്ടില്ലെന്ന് വെച്ചാലും, ആരിലിരിക്കും നമുക്കൊരു ഒരു സന്തോഷ വാക്കുകൾ കിട്ടിയില്ലെങ്കിലും, നമുക്ക് ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആരുടെയും ലോകത്തിൽ ആരുടെയും അല്ലെങ്കിൽ ഒന്നിനും വേണ്ടി, ഒരു കീർത്തിക്കും വേണ്ടി ജീവിക്കരുത്. നാം വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കണം. രക്തം ചെയ്യും. പ്രൈസലോ. നിത്യതയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഹല്ലേലൂയ. നിത്യജീവനെ പ്രാപിച്ച് നിത്യത്തിലെത്തണം. അതിന് രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ലോകത്തിന്റെ പാപസുഖങ്ങളെ വിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിക്കണം. നീ ആത്മരക്ഷ പ്രാപിച്ച് ക്രിസ്തുയേശുവിൽ വിശുദ്ധിയുള്ള ജീവിതം നയിക്കണം. ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ വിശുദ്ധിയിൽ നീ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. വില കൊടുത്ത് വാങ്ങിയവന് ആ വസ്തുവിന് അതിന്റെ അധികാരപ്പെടുന്ന ഉള്ളതുപോലെ നമ്മളെ കർത്താവായ യേശുക്രിസ്തു തന്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്.
നമ്മെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് നാം കർത്താവിന് വിലയേറിയവനും മാന്യനുമാണ്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ കർത്താവിന് പ്രസാദമായുള്ളത് ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് പിന്നത്തിൽ എന്ത് ചെയ്തു? കർത്താവിന് വിലയേറിയവനായി മാറി. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് നമ്മളെ തന്നെ കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കണം. നമുക്കറിയാം അല്ലെ നമ്മൾ ദൈവത്തിന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വലിയ വലിയ മഞ്ഞുകട്ടയായ പാറകൾ വെള്ളത്തിന് മീതെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയും. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വലിയ വലിയ മഞ്ഞുകട്ടകൾ വെള്ളത്തിന് മീതെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആ പാറയുടെ അല്പഭാഗം മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണുവാൻ കഴിയൂ. ആ മഞ്ഞുകട്ടയുടെ അല്പഭാഗം മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. 3/4 ഭാഗവും വെള്ളത്തിനടിയിലായിരിക്കും. വളരെ കാഠിന്യമുള്ള ഈ മഞ്ഞുകട്ടയായ പാറയിൽ വലിയ കപ്പൽ തട്ടിയാൽ ആ കപ്പൽ പോലും ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണ് ലോകത്തിൽ വെച്ച് പ്രസിദ്ധിയാർജിച്ച ടൈറ്റാനിക് കപ്പൽ പണ്ട് വലിയ മഞ്ഞ് കട്ടയാകുന്ന പാറയിൽ ഇടിച്ച ടൈറ്റാനിക് കപ്പൽ തകർന്നതും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ഈ മഞ്ഞുകട്ടയാകുന്ന ഈ പാറകൾക്ക് ശത്രു ആരാണെന്നറിയോ? ഈ മഞ്ഞുകട്ടയാകുന്ന പാറയുടെ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ, മൃദുവായ ശാന്തമായ സൂര്യന്റെ കിരണങ്ങൾ ആ മഞ്ഞുകട്ടയാകുന്ന പാറയിലേക്ക് വന്നടിക്കുമ്പോൾ ആ മഞ്ഞുകട്ട എന്ത് ചെയ്യും? അതിന്റെ മോൾ ഭാഗം ചെറുകെ ഉരുകി ആ മഞ്ഞുകട്ട വെള്ളത്തിലേക്ക് ഇരിക്കും. പക്ഷേ വെള്ളത്തിൽ കിടക്കുന്ന പാറക്കെട്ടകൾ ഉരുകിയില്ല. ആ കിടക്കും. അതുകൊണ്ട് ഈ മഞ്ഞുകട്ടയിലേക്ക് സൂര്യൻ ഉദിച്ച് അത് ഉരുകി വെള്ളത്തിലേക്ക് ചേരുന്നത് പോലെ ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിന്റെ കഠിനത മാറുവാൻ, നിന്റെ ഹൃദയത്തിന്റെ കോപം മാറുവാൻ, നിന്റെ ഹൃദയത്തിലെ ചിന്താഗതികൾ മാറ്റി, നിന്റെ ഹൃദയത്തിലെ ശാഠ്യങ്ങൾ മാറി വരാൻ വേണ്ടിയിട്ട് മഞ്ഞുകട്ടയുടെ ശത്രുവായിരിക്കുന്ന സൂര്യന്റെ കിരണങ്ങൾ മഞ്ഞുകട്ടയിൽ ഉദിച്ചു വന്നപ്പോൾ, ആ കിരണങ്ങൾ ചലിച്ചപ്പോൾ ആ മഞ്ഞുകട്ട ഉരുകിയതുപോലെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിലേക്ക് പറഞ്ഞാൽ, നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യേശുവിന്റെ വെളിച്ചം വന്ന നിന്റെ ഉള്ളിലെ കോപമാകുന്ന ആ കോപമാകുന്ന പ്രതികാരം വൈരാഗ്യമാകുന്ന മഞ്ഞുകെട്ടുകൾ, ആ മര പോലെ നിൽക്കുന്ന മഞ്ഞുകെട്ടുകൾ ഉടഞ്ഞു മാറും. ആ സൂര്യകിരണങ്ങൾ മഞ്ഞുകെട്ടയെ അരിയിച്ചതുപോലെ നിന്നെ ലോകത്ത് നിന്ന് കർത്താവ് വേർതിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന് വെളിച്ചം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ഹൃദയം ഉരുവാൻ തുടങ്ങും. നിന്റെ ഹൃദയത്തിന്റെ കഠിനതയും മാറും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടണം. അതെ ഇവിടെ നമുക്ക് നമ്മൾ യോഹന്നാനിൽ 1:9 വായിച്ചു നോക്കാറ്, ഏത് മനുഷ്യൻ പ്രകാശത്തിൽ വിളിച്ച് ഈ വെളിച്ചം നിന്റെ ഉള്ളിൽ വന്നാൽ മനുഷ്യനായി മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, സൗമ്യതയെ നിലനിർത്തുവാൻ വേണ്ടി ഹല്ലേലൂയ നമ്മുടെ ശക്തി അല്ല നമുക്ക് ആവശ്യം. സൗമ്യതയെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തുവാൻ ശക്തിയോ നമ്മുടെ അറിവോ വിദ്യാഭ്യാസമോ ഒന്നല്ല ആവശ്യം, യേശുവിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് പറഞ്ഞ പോലെ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. സ്തോത്രം. 1 പത്രോസിന്റെ 3-4 വാക്യമാണ്. സ്തോത്രം. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് അക്ഷയഭൂഷണമായി ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം നമ്മുടെ ഹൃദയം. കണ്ണുകൾ അടച്ചാട്ട് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളില്, വിവിധ നിലകളിൽ, വിവിധ ജീവിത സ്വഭാവങ്ങൾ, വിവിധ വ്യത്യസ്ത നിലകളിൽ കടന്നു പോകുന്ന ശ്രോതാവി, നിന്റെ ഹൃദയത്തിനകത്ത് യേശു വരട്ടെ. ലോകത്തിന്റെ അലങ്കാരമല്ല. കർത്താവ് നിന്നെ പണിതെടുക്കുമ്പോൾ നീ വിട്ടുകൊടുക്കുക. പത്രോസിനെ പണിതെടുത്ത പോലെ ദൈവം നിന്നെ പണിതെടുക്കും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമിതി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലുള്ള 800 കോടി ജനത്തെ 7 ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന കേരളത്തിലും ഭാരതീയ സമയത്ത് ഓർക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കുടിലോട്ട് കോട്ടാരി വരെ പാർക്കുന്ന സാഹചര്യം എല്ലാ ഗോത്രപൂർ ദ്വീപവാസികളെ ആദിവാസികൾ ട്രൈബൽ മേഖലയായിരിക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകുമാര ഗവർണർ, പട്ടാളം, ഏത് ഗോത്രങ്ങളുടെ ദ്വീപുകളെ ആദിവാസി ട്രൈബലുകളായിരിക്കുന്ന എല്ലാ ജനതയും ശൈശവത്തിൽ ബാലി കൗമാരി യൗവനത്തിൽ വാർത്തരാനും വൃത്തരാശം യാജ ഓർണ ചുവടലിൽ തടവറയിലായിരിക്കുന്ന എല്ലാ മത സാമൂഹിക സംസ്കാര യന്ത്ര മാധ്യമ വീഡിയോ രംഗം നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കർത്താവ്, എല്ലാ ദൈവജനത്തെയും, എല്ലാ പ്രാമിക വിശ്വാസികളെയും ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ഈ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് സൗമ്യയുടെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഏത് മനുഷ്യൻ പ്രകാശിക്കുന്ന സത്യ വെളിച്ചമായ ക്രിസ്തുവിന്റെ ആ സാന്നിധ്യം സൗമ്യതയോടെ കർത്താവ് ഈ ഭൂമി ജീവിച്ച നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമത്തും എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.